യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. ബഥാനിയായിൽ ലാസറിനൊപ്പം വിരുന്നിലിരിക്കുന്ന ഈശോയെയും ഈശോയുടെ പാദങ്ങളിൽ സുഗന്ധദ്രവ്യം പൂശുന്ന മറിയത്തെയും അതിനെ വിമർശിക്കുന്ന യൂദാസ് കറിയോത്തായെയുമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഈശോയുടെ സഹന മരണ ഉത്ഥാനത്തെ ധ്യാനിക്കുകയും അനുസ്മരിക്കുകയും ചെയ്യുന്ന ഈ നോമ്പുകാലത്ത് നമ്മുടെ ഉള്ളിലുള്ള, എന്നാൽ നമുക്ക് പലപ്പോഴും തിരിച്ചറിയാൻ പറ്റാത്തൊരു തിന്മയാണ് നമ്മുടെ മുൻപിൽ ഈ സുവിശേഷ ഭാഗം അവതരിപ്പിക്കുന്നത്. ചെയ്യാമായിരുന്ന ഒരു സൽപ്രവൃത്തി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മറിയം ചെയ്ത നല്ല പ്രവൃത്തിയെ യൂദാസ് വിമർശിക്കുന്നത്. പക്ഷേ നമ്മൾ ആഴത്തിൽ പരിശോധിക്കുമ്പോൾ സൽപ്രവൃത്തി ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ടല്ല, മറിച്ച് മറിയം ചെയ്ത പ്രവൃത്തിയോടുള്ള യൂദാസിന്റെ അസൂയയും ഒപ്പം സ്വാർത്ഥ താല്പര്യങ്ങളുമാണ് ഇവിടെ മറനീക്കി പുറത്തു വരുന്നത്. നമ്മൾ പലപ്പോഴും യൂദാസിനെ പോലെ മറ്റുള്ളവരെ വിമർശിക്കാറുണ്ട്. മറ്റുള്ളവരുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങൾ, നന്മകൾ കാണുമ്പോൾ നന്മയുടെ മറപിടിച്ച് വിമർശിക്കുന്നവരായി മാറാതിരിക്കാം. എവിടെ അസൂയയും സ്വാർത്ഥമോഹവും ഉണ്ടോ അവിടെ ക്രമക്കേടും എല്ലാ ദുഷ്കർമ്മങ്ങളുമുണ്ട്. യാക്കോബ് 3:16. ഈ നോമ്പുകാലത്ത് നമുക്ക് പ്രതിജ്ഞയെടുക്കാം, മറ്റുള്ളവരുടെ നന്മകൾ കാണുമ്പോൾ അസൂയപ്പെടുന്നവരായി മാറാതെ അവരെ പ്രോത്സാഹിപ്പിക്കുവാൻ, നന്മ ചെയ്യുവാൻ, നന്മ പറയുവാൻ, നന്മ ചിന്തിക്കുവാൻ കഴിയുന്ന മനുഷ്യരായി നമുക്ക് മാറാം. നല്ലൊരു വിശുദ്ധ വാരം ആശംസിക്കുന്നു.